നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി എസ്എഫ്ഐ. തൃശൂരിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ശല്യം. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ അംഗനവാടിക്ക് നേരെ കാട്ടാന ആക്രമണം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് മാറ്റി. നടപടി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി എസ്എഫ്ഐ. തൃശൂരിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കുമെതിരെയാണ് എസ്എഫ്ഐ സമരം സംഘടിപ്പിച്ചത്. തൃശൂർ BSNL ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. BSNL ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടഞ്ഞു. എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ബാരിക്കേഡിനെ മുകളിൽ കയറി നിൽക്കുകയും ചെയ്തു. പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞു. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും സമരക്കാർ പിരിഞ്ഞുപോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ്എഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഭിജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അജയരാജ്, ആദിത്യ, നവ്യ എന്നിവരും സംസാരിച്ചു. സംസ്ഥാനത്ത് നിരവധിയിടങ്ങളിൽ എസ്എഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് എസ്എഫ്ഐ ലോക് ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിയിലും തൃശൂരിലും ആലപ്പുഴയിലും മാർച്ചിൽ സംഘർഷമുണ്ടായി. സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ടെങ്കിലും പിരിഞ്ഞുപോകാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ശല്യം. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ അംഗനവാടിക്ക് നേരെ കാട്ടാന ആക്രമണം. പ്രദേശത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്ക ശക്തമാകുകയാണ്. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ 17-ാം ബ്ലോക്കിലുള്ള അംഗനവാടിക്ക് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. രാത്രിയിലാണ് കാട്ടാന അംഗനവാടി പരിസരത്തെത്തി കെട്ടിടത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്. സംഭവത്തിൽ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പ്രദേശവാസികൾ ആശങ്കയിലാണ്. സമീപകാലത്തായി അതിരപ്പിള്ളി മേഖലയിൽ കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മുൻപ് നടന്ന വിവിധ സംഭവങ്ങളിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും വ്യാപകമായ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിരുന്നു. വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരന്തരം പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല. വനംവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് മാറ്റി. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാകാത്ത സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്നത്. അപകടത്തിൽ 16 പേർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും കേന്ദ്ര സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കേസിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇതുവരെ സമർപ്പിക്കാത്തതിനാൽ കേസ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം അറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇതിനകം വിതരണം ചെയ്ത നഷ്ടപരിഹാരത്തിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 21-നാണ് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്നത്. അപകടത്തിൽ 16 പേർ മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനായാണ് ദുരിതബാധിതർ കാത്തിരിക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ.
പീച്ചിയിൽ വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസങ്ങളായി ആവർത്തിക്കുന്ന സംഭവത്തിൽ ആശങ്ക ഉയർന്നതോടെ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പീച്ചി, പള്ളിക്കുന്ന്, തെക്കേക്കുളം, ജണ്ടമുക്ക് എന്നീ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി ഭൂമിക്കടിയിൽ നിന്ന് ശക്തമായ ശബ്ദത്തോടൊപ്പം പ്രകമ്പനം അനുഭവപ്പെട്ടത്. 2 സെക്കൻഡ് നേരത്തോളം ശബ്ദം കേട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ശബ്ദം കേട്ടതോടെ നിരവധി പേർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. സംഭവത്തെ തുടർന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഇന്ന് രാവിലെ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിന്റെ കാരണം കണ്ടെത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. അതേസമയം പീച്ചി ഡാം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകൾക്ക് സമീപത്താണ് ഇത്തരം പ്രകമ്പനങ്ങൾ അനുഭവപ്പെടുന്നതെന്നത് പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കോമ്പൻസേഷന്റെ കാര്യത്തിലാണെങ്കിൽ വിള്ളലുകൾ സംഭവിച്ച വീടുകളുടെ റിപ്പോർട്ട് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും ചേർന്നെടുക്കുന്നത് നമ്മൾ കോമ്പൻസേഷനായിട്ട് ഗവൺമെന്റിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ തുടർച്ചയായിട്ട് 3ാമത്തെ തവണ ഈ ഒരു ട്രെമർ ഫീൽ ചെയ്തതുകൊണ്ട് നമ്മൾ നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിൽ നിന്നും ഇത് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നും പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ KSDMAക്ക് കത്ത് നൽകിയിട്ടുണ്ട്. KSDMAയുടെ ആളുകളുമായി രാവിലെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരപ്പോൾ അതിനുള്ള കത്തുകൾ നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ട്രെമേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മീഡിയ ടൈം, തൃശൂർ. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബില്ലാത്ത ഭാഗം അപകടക്കെണിയായി മാറുന്നു. റോഡരികിലേക്ക് വാഹനം ഒതുക്കുമ്പോൾ ചക്രങ്ങൾ കാനയിൽ കുടുങ്ങുന്നത് പതിവായതോടെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. ചന്ദ്രാപിന്നി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്ക് വശത്തുള്ള ഹൈസ്കൂൾ റോഡിലെ കാനയാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും തലവേദനയാകുന്നത്. കാനയ്ക്ക് മുകളിലെ സ്ലാബില്ലാത്തതിനാൽ ഇടുങ്ങിയ റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ ശ്രമിക്കുമ്പോൾ വാഹനങ്ങളുടെ ചക്രങ്ങൾ കാനയിലേക്ക് വീണ് കുടുങ്ങുന്നത് പതിവാണ്. ഇതോടെ ഗതാഗത തടസ്സവും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നു. ഇന്നും രാവിലെ റോഡിലെ വളവ് തിരിയുന്നതിനിടെ ഒരു കാറിന്റെ ചക്രം കാനയിൽ കുടുങ്ങി. നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാഹനം പുറത്തെടുക്കാനായത്. സമാനമായ അപകടങ്ങൾ ഇവിടെ പലതവണ ഉണ്ടായിട്ടും സ്ഥിരപരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വലിയ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് കാനയ്ക്ക് മുകളിലേക്ക് സ്ലാബ് സ്ഥാപിക്കുകയോ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള അമ്പലം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 39 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ക്ഷേത്ര റോഡിന്റെ ഇരുവശങ്ങളും പ്രദേശവാസികളുടെ സഹകരണത്തോടെ സൗന്ദര്യവൽക്കരിക്കുമെന്നും MLA. ചാലക്കുടിയിലെ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡായ അമ്പലം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ജനപ്രതിനിധികളുടെയും ക്ഷേത്ര സമിതിയുടെയും ആവശ്യത്തെ തുടർന്നാണ് MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 39 ലക്ഷം രൂപ അനുവദിച്ചത്. നിർമ്മല കോളേജിന് സമീപത്തെ ജംഗ്ഷൻ മുതൽ ക്ഷേത്രത്തിന്റെ മുൻവശം വരെ 270 മീറ്റർ നീളത്തിലും 10.60 മീറ്റർ വീതിയിലുമായി ടൈൽ വിരിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. നിലവിലെ ടാറിംഗ് പൊളിച്ചുമാറ്റി GSB വിരിച്ച ശേഷമാണ് ടൈൽ പാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ MLA സനീഷ് കുമാർ ജോസഫും നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവും സ്ഥലത്തെത്തി. പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ക്ഷേത്ര റോഡിന്റെ ഇരുവശങ്ങളും പ്രദേശവാസികളുടെ സഹകരണത്തോടെ സൗന്ദര്യവൽക്കരിക്കുമെന്നും MLA അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി, UDF പാർലമെന്ററി ലീഡർ ഷിബു വാലപ്പൻ, വാർഡ് കൗൺസിലർ KB ഉണ്ണികൃഷ്ണൻ, ക്ഷേത്ര സേവാ സമിതി, യുവജന സമിതി ഭാരവാഹികൾ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പട്ടികജാതി മോർച്ച തൃശൂർ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പട്ടികജാതി വികസന കോർപ്പറേഷൻ ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു.
ഡൽഹിയിലെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നടൻ ടൊവിനോ തോമസിനെതിരെ യുവമോർച്ച നടത്തിയ പ്രതിഷേധത്തിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത്. നടന്റെ ഇരിങ്ങാലക്കുടയിലെ വസതിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ വായ്മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൊവിനോയുടെ വസതിയിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ധനുഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. CBSEയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൗത്ത് ഇന്ത്യ സോൺ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ നടക്കും. മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള 800ഓളം സ്കൂളുകളിൽ നിന്ന് 2000-ൽ പരം നീന്തൽ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. 120 ഇനങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 25-ന് രാവിലെ 10 മണിക്ക് മാർച്ച് പാസ്റ്റോടെ മത്സരങ്ങൾ ആരംഭിക്കും. കായിക യുവജനക്ഷേമ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ, അണ്ണ ഗ്രേസ്, ഗോപകുമാർ, വിജയകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. 25-ാം തീയതി ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്ര മുതൽ തെക്കോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നീന്തൽ താരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ 2000-ൽ പരം നീന്തൽ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. 600-ൽ പരം സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് എത്തിച്ചേർന്നത്. ഇതിൽ 25, 26, 27 തീയതികളിൽ പെൺകുട്ടികളുടെയും 27, 28, 29 തീയതികളിൽ ആൺകുട്ടികളുടെയും മത്സരങ്ങളാണ് നടക്കുന്നത്. CBSEയുടെ ഈ നീന്തൽ മത്സരം, സൗത്ത് ഇന്ത്യൻ നീന്തൽ മത്സരം ആദ്യമായാണ് കേരളം ആദ്യത്തെ നടക്കുന്നത്. അതും മാളയിൽ വെച്ച്. കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. എല്ലാം മഹാരാഷ്ട്ര, കർണാടകയിലെ കണക്കാണ്. BMS 72 സ്ഥാപന ദിനാഘോഷം കൊടുങ്ങല്ലൂരിൽ നടന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മേഖലാ ഓഫീസിൽ നടന്ന ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘം റേഞ്ച് തൊഴിലാളി സംഗമവും സേവാനിധി സമർപ്പണവും CG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് S രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് K ഹരീഷ്, BMS മേഖലാ പ്രസിഡന്റ് KS ലാലൻ, റേഞ്ച് സെക്രട്ടറി ML രാമകൃഷ്ണൻ, മുനിസിപ്പൽ സെക്രട്ടറി ലാലുട്ടൻ, AS ശ്രീജിത്ത്, AR സതീശൻ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പൂലാനിയിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. MS സുനിത അധ്യക്ഷയായി. CG സിനി, ബീന രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കവിത സോമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വേറെ എന്തൊക്കെ ഇന്ന് വേണമെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ, ഞാൻ ആ ജീവിതത്തിൽ അഭിനമിക്കുമ്പോഴല്ല നമ്മൾ മനുഷ്യരാകുന്നത്. നമ്മൾ മറ്റുള്ളവർക്കും കൂടി അവസരങ്ങൾ ഉണ്ടാക്കി അവരോടൊപ്പം നിൽക്കുമ്പോഴും അതുപോലെ ഒരു മധ്യവർത്തിയായിട്ട് ജീവിച്ചു പോകാനെങ്കിലും നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. അല്ല, നമ്മൾ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ക്യാപ്റ്റൻ ലക്ഷ്മി എന്തിനാണ് ഈ സമൂഹത്തിൽ അവരുടെ ജീവിതം സമർപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതാണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലയിലും നമ്മൾ ഇടപെടുന്നിടത്ത്, ഞാനാവട്ടെ, നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും ആവട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിബദ്ധത തെളിയിച്ചവരായിരിക്കാം. ചിലപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ളവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു തൊട്ട അയൽവക്കത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെയുള്ള വിഷയങ്ങളിലെങ്കിലും ഇടപെടുന്നവരായിരിക്കും. ആ രീതിയിൽ ഓരോ സ്ത്രീകളും ഈ സമൂഹത്തിന് സമർപ്പിക്കുമ്പോഴാണ് ഈ സമൂഹം എന്ന് പറയുന്നത് ഒരടിയെങ്കിലും മെച്ചപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഒരു 10 വർഷക്കാലം ഇപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ 10 വർഷക്കാലം വളരെ സേഫായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കേരളത്തിൽ ജീവിച്ച് വലിയ അഭിമാനത്തോടുകൂടി ജീവിച്ചവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഈ ഒരു 5 വർഷക്കാലം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരു 5 വർഷക്കാലം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ നമുക്ക് അന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളെയും വിദ്യാർത്ഥികളെയും കയ്യേറ്റം ചെയ്ത മോദി സർക്കാരിനെതിരെ ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, DCC സെക്രട്ടറി എബി ജോർജ്, വൈസ് ചെയർമാൻ KV പോൾ, ഷിബു വാലപ്പൻ, റൈസൻ ആലുക്ക, സൂസി സുനിൽ, ഭാസ്കരൻ, സുബി ഷാജി, കുമാരൻ കളപ്പാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി SFI. തൃശൂരിൽ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം.
അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ശല്യം. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ അംഗനവാടിക്ക് നേരെ കാട്ടാന ആക്രമണം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് മാറ്റി. നടപടി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.